എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഈ ആ സ്റ്റെപ്പ് അവിടെ കാണുന്ന ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. 2 സ്റ്റെപ്പ് മേലെ വരെ വെള്ളം വന്നിട്ട് എൻ്റെ കൂട്ടുകാർ വന്നിട്ട് അപ്പുറത്തൊരു മതിൽ പൊളിച്ചിട്ടാണ് വെള്ളം ഒഴിവാക്കി തന്നത്. ഇരുമ്പിൻ്റെ സീറ്റ് നമ്മളൊക്കെ പുഴയിൽ ചീപ്പിടുന്ന മാതിരി ചീപ്പിട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അടുക്കളൻ്റെ ഭാഗത്തൂടെ പോയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ജ്യേഷ്ഠൻ്റെ വഴിയിലൂടെ അടുക്കളൻ്റെ ഭാഗത്തു കൂടെ ഞാൻ വീട്ടിലേക്ക് കിടക്കുന്നത്. ഇപ്പം ഞാനൊരു MLA വണ്ടി ഇവിടെ വീണപ്പോൾ അവർ വേറൊരു പൈപ്പ് ഇട്ടിട്ട് അവിടെ മാത്രം ഒന്ന് ഓട്ടടിച്ചാണ് പോയിക്കണം. ഈ നാളെ ഒരു നല്ല ശക്തമായിട്ട് മഴ ചെയ്താൽ അതേപോലെ വെള്ളം ഇവിടെ നിൽക്കും. ഈ സാധനം എടുത്ത് ഒഴിവാക്കിയാൽ വീട്ടിലേക്ക് മറിയും ചെയ്യും. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. സ്വന്തം മണ്ഡലത്തിൽ നഗരസഭാ ചെയർമാന്റെ വാർഡിൽ തന്നെ MLA കുഴിയിൽ വീണതോടെ ഇതുവരെ ഇടാത്ത പൈപ്പ് എത്തി. പിന്നാലെ കുഴി മണ്ണിട്ടും മൂടി. എന്നാൽ വർഷങ്ങളായി മൻസൂർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമായില്ല. തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന സ്വന്തം വാർഡായ കക്കാട് കരുമ്പിൽ കാച്ചടിയിലാണ് സർവീസ് റോഡിൽ നിന്നും പ്രവേശിക്കുന്നയിടത്ത് MLA കുഴിയിൽ വീണത്. വെള്ളം ഒഴുകിപ്പോകുന്നതിന് പൈപ്പിടുന്നതിനായി കീറിയ കുഴിയിലാണ് ഞായറാഴ്ച രാത്രി 7 മണിയോടെ MLAയുടെ കാർ വീണത്. ഇതോടെയാണ് 2 ദിവസം തികയും മുമ്പേ പൈപ്പിട്ട് കുഴി മണ്ണിട്ട് മൂടിയത്. എന്നാൽ ഇതിനു സമീപത്ത് താമസിക്കുന്ന കൊടപ്പന മൻസൂർ വർഷങ്ങളായി തൻ്റെ ദുരിതം പറഞ്ഞ് ഓഫീസുകൾ കയറിയിറങ്ങുന്നു. മഴക്കാലത്ത് റോഡിൽ നിന്നും ഒലിച്ചെത്തുന്ന വെള്ളം കെട്ടിനിൽക്കുന്നത് മൻസൂറിൻ്റെ വീടിന് മുമ്പിലാണ്. ഇത് മൻസൂറിൻ്റെ വീട്ടിനകത്തേക്കും കയറുന്നു. ഡ്രൈനേജ് നിർമ്മിച്ചോ പൈപ്പിട്ടോ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മൻസൂർ ഓഫീസുകൾ കയറിയിറങ്ങിയിരുന്നത്. എന്നാൽ അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത അധികൃതർ MLA വീണതോടെ ആ ഒരു ഭാഗം മാത്രം പൈപ്പിട്ട് അടയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മഴക്കാലമായാൽ മൻസൂറിന് വീടിന് മുന്നിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അടുക്കള ഭാഗത്തെ മതിൽ പൊളിച്ചാണ് വീട്ടുവളപ്പിലെ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ടാക്കിയത്. നിലവിൽ സ്റ്റീലിൻ്റെ ഒരു ഷീറ്റ് കൊണ്ട് മുൻഭാഗം 2 അടി ഉയരത്തിൽ മറച്ചിരിക്കുകയാണ്. അതും വെള്ളം അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ. നഗരസഭാ ചെയർമാനെ നേരിൽ കണ്ടും അധികൃതരെ കണ്ടിട്ടും മൻസൂറിൻ്റെ ദുരിതത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഈ ഈ വെള്ളത്തിൻ്റെ വരുത്ത് എപ്പോഴോ മേലെന്ന് വരേണ്ടത് വെള്ളം. ഈ വെള്ളം വന്നിട്ട് ഇതിങ്ങോട്ട് ശരിക്കും പാസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ ആദ്യം അത് കുറച്ചൊരു ഭാഗത്തൊരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പ് അടഞ്ഞിട്ട് വെള്ളം ഒന്നായിട്ട് എൻ്റെ വീട്ടിലേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഈ ആ സ്റ്റെപ്പ് അവിടെ കാണുന്ന ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. 2 സ്റ്റെപ്പ് മേലെ വരെ വെള്ളം വന്നിട്ട് എൻ്റെ കൂട്ടുകാർ വന്നിട്ട് അപ്പുറത്തൊരു മതിൽ പൊളിച്ചിട്ടാണ് വെള്ളം ഒഴിവാക്കി തന്നത്. അങ്ങനെ 1-2 പ്രാവശ്യം വെള്ളം വന്നപ്പോൾ ലാസ്റ്റ് ഞാനിതൊരു അമ്പ് മാതിരി കുറച്ച് കനത്തിൽ അമ്പ് മാതിരി ഇട്ടിട്ടും അതിൻ്റെ മേൽക്കൂടിയും വെള്ളം വന്നിട്ട് ഇരുമ്പിൻ്റെ സീറ്റ് ഇതാണ്ട നിങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇരുമ്പിൻ്റെ സീറ്റ് നമ്മളൊക്കെ പുഴയിൽ ചീപ്പിടുന്ന മാതിരി ചീപ്പിട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അടുക്കളൻ്റെ ഭാഗത്തൂടെ പോയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ജ്യേഷ്ഠൻ്റെ വഴിയിലൂടെ അടുക്കളൻ്റെ ഭാഗത്തു കൂടെ ഞാൻ വീട്ടിലേക്ക് കിടക്കുന്നത്. ഫ്രണ്ടിൽ കൂടെ വണ്ടി കയറ്റാനോ കടക്കാനോ ഇവിടെ സാധ്യമില്ല. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഈ ചെയർമാൻ നിൽക്കുന്ന വാർഡിൽ ചെയർമാൻ മത്സരിച്ച് ജയിച്ച വാർഡാണിത്. മൂപ്പരോട് പോയി പറഞ്ഞിട്ട് ഒരു ഇതില്ല. മൂപ്പർക്ക് എന്താ ഒരു ഐഡിയ ഇല്ലാത്ത മാതിരി മൂപ്പര് അത് ഇന്ന് ചെയ്യുക, നാളെ ചെയ്യുക, മറ്റന്നാളെ ചെയ്യാമെന്നല്ലാണ്ട് ഇതിന് എന്താ അയക്കിച്ചാലുണ്ടാക്കിയിട്ട് വെള്ളം പോണ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മൂപ്പരോട് ഒരുപാട് വട്ടം പോയി പറഞ്ഞാൽ ഒരു കാര്യമില്ല. മൂപ്പരോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ കെടുക്കാമെന്നല്ലാണ്ട് ഇപ്പം ഞാനൊരു MLA വണ്ടി ഇവിടെ വീണപ്പോൾ അവർ വേറൊരു പൈപ്പ് ഇട്ടിട്ട് അവിടെ മാത്രം ഒന്ന് ഓട്ടടിച്ചാണ് പോയിക്കണം. ഈ നാളെ ഒരു നല്ല ശക്തമായിട്ട് മഴ ചെയ്താൽ അതേപോലെ വെള്ളം ഇവിടെ നിൽക്കും. ഈ സാധനം എടുത്ത് ഒഴിവാക്കിയാൽ വീട്ടിലേക്ക് മറിയും ചെയ്യും. ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇനി ആരും അതിലെ മുട്ടേണ്ടിയെന്ന് അറിയില്ല. ആ കോലത്തിലാണ് ഇവിടുത്തെ അവസ്ഥ. MLA വീണപ്പോൾ യാതൊരു കാലതാമസവുമില്ലാതെ പ്രവർത്തികൾ നടത്തിയ അധികൃതർ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ്. അധികാരികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്നു. മഴക്കാലങ്ങളിൽ പുറത്തിറങ്ങാൻ സാധിക്കാതെ അടുക്കള ഭാഗം വഴി മറ്റു ഇടങ്ങളിലൂടെയാണ് മൻസൂറിനും കുടുംബത്തിനും പുറത്തിറങ്ങാൻ സാധിക്കുന്നത്. ഈ ദുരിതത്തിന് ഇനി എന്ന് അറുതിയാകുമെന്ന കാത്തിരിപ്പിലാണ് മൻസൂറും കുടുംബവും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.